അല്ലു അർജുൻ എനിക്ക് തോന്നുന്നു 18 പാട്ടുകളാണ്. അല്ല 18 സിനിമകൾ. 18 സിനിമകൾ. അല്ലു അർജുൻ്റെ 18 സിനിമകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് പുഷ്പ 2 വരുന്നു. പുഷ്പ 1 ശേഷം പുഷ്പ 2. അപ്പോൾ ദേവിശ്രീ പ്രസാദ് സാറായിരുന്നു സംഗീതം. അപ്പോൾ എന്നോട് ചെന്നൈയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആദ്യമായിട്ട് പുഷ്പ 1 എഴുതാനായിട്ടാണ് ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ചെന്നൈയിൽ ചെന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് പാട്ട് എഴുതുന്നത്. അതൊക്കെ ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ എനിക്ക് തോന്നുന്നു ലിപ്പ് നോക്കിയിട്ടാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്തിരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ലിപ്പ് നോക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു വല്ലാത്തൊരു അഭ്യാസം അതാണ്. അതിപ്പോൾ നമ്മൾ ഈ എന്താ പറയുന്ന ഞാനതിനൊരു ഉദാഹരണം പറഞ്ഞത് എൻ്റെ അർജുനൻ ഇതുണ്ടല്ലോ, അസ്ത്രമെയ്യണൊരു കഥയില്ല എൻ്റെ മഹാഭാരതത്തിൽ. അതൊരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിൽ ഒരു മീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കണ്ണിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നോക്കണം. അതിൻ്റെ കണ്ണിൽ ഈ താഴത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നോക്കിയിട്ട് അതിൻ്റെ നിഴൽ നോക്കിയിട്ട് ഇങ്ങനെ താഴത്ത് നോക്കിയിട്ട് അമ്പയ്യെന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, കേട്ടിട്ടില്ലേ? അത്ര ടാസ്ക്കാണിത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. കാര്യം നമ്മൾ ട്യൂൺ നോക്കണം, അതിൻ്റെ ഒപ്പം ചുണ്ട് അനങ്ങുന്നത് നോക്കണം, ഇതിനൊപ്പം നല്ല ഇമോഷൻസ് കണക്ട് ചെയ്യണം, ഈ വാക്കുകൾ നല്ല വാക്കുകൾ വേണം, അത്യാവശ്യം മലയാളം പാട്ട് പോലെ തോന്നിക്കുകയും ചെയ്യണം. ഇത്രയും കുറേ വെല്ലുവിളികൾ എൻ്റെ അകത്തുണ്ട്.